വടശ്ശേരി ദാമോദരമേനോൻ സർക്കാരിന്റെ ഭരണം പുത്തരിയിൽ കല്ലുകടിച്ചതുപോലെയായി എന്നാണ് ചില ദോഷേഗതൃക്കുകളുടെ വർത്തമാനം. എന്നാൽ കട്ടൻ റേറ്റിന് അങ്ങനെ തോന്നില്ല കേട്ടോ. തുടക്കം ഒട്ടുമേ പാളിയില്ലെന്നാണ് കട്ടൻ റേറ്റ് കണ്ണുമടച്ച് വിശ്വസിക്കുന്നത്. കാരണം എന്തെന്നല്ലേ പറയാം. സ്വാഗതം കട്ടൻ റേറ്റിലേക്ക്. വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചുകൊണ്ടായിരുന്നു മേനോൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സമാരംഭം കുറിച്ചത്. അതാണല്ലോ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ തുടക്കം. പിന്നെ എവിടെ പാളി എന്നാണ് പറയുന്നത്? അതൊക്കെ അസൂയാലുക്കളുടെ കുനിഷ്ടും കുന്നായ്മയും മാത്രമാണ്. പിന്നെ ആദ്യമൊക്കെ ആർക്കും പറ്റുമല്ലോ ചെറിയ ചില കയ്യബദ്ധങ്ങളൊക്കെ, അത്രേ ഉള്ളൂ ഇതും. മുസ്ലിം ലീഗിലെ കുഞ്ഞാപ്പയും കൂട്ടരും തൊപ്പിമാറ്റിയും അള്ളാഹുവിനെ ഒഴിവാക്കിയും സത്യപ്രതിജ്ഞ ചെയ്തതും തുടക്കം പാളിയില്ല എന്നതിൻ്റെ തെളിവ് തന്നെ. കൂട്ടത്തിലൊന്ന് പറയട്ടെ, മുസ്ലിം ലീഗുകാർ അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യണമെന്ന് കട്ടൻ റേറ്റിന് ഒട്ടും അഭിപ്രായമില്ല കേട്ടോ. ദൃഢപ്രതിജ്ഞയോ സഗൗരവ പ്രതിജ്ഞയോ ആണ് കുറെ കൂടി നല്ലത്. ഭരണത്തിന്റെ തരികിട പരിപാടിയിലൊക്കെ ഈ ദൈവത്തെ പിടിച്ചിടുന്നത് എന്തിനാ വെറുതെ? പിന്നെ ചിലരുടെ ചോദ്യം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന മുനമ്പം പ്രശ്നത്തിന് എന്തു പറ്റി എന്നാണ്. ഒരു ഒന്നൊന്നര ചോദ്യമാണത്. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ വെച്ച പ്രശ്നത്തിന് 8ന്റെ പണിയല്ലേ മുൻ സർക്കാരിന്റെ വഖഫ് ബോർഡ് കൊടുത്തിട്ട് പോയത്. മുനമ്പത്തെ വഖഫ് ഭൂമിയെല്ലാം കൂടി കേന്ദ്ര സർക്കാരിന്റെ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കളഞ്ഞില്ലേ? വല്ല കാര്യവും ഉണ്ടായിരുന്നു? മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് വഖഫ് ബോർഡിനെ കൊണ്ട് പറയിക്കാൻ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇറക്കാനിരിക്കുകയായിരുന്നു സർക്കാർ. അതിന് പാര വെച്ചത് വഖഫ് ബോർഡാണ്. ആരുടെ വഖഫ് ബോർഡ്? മുൻ LDF സർക്കാരിന്റെ വഖഫ് ബോർഡ്. സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്തെ വഖഫ് വിവരങ്ങൾ ഉമീദ് പോർട്ടലിൽ ചേർക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുക മാത്രമേ തങ്ങൾ ചെയ്തുള്ളൂ എന്ന് വഖഫ് ബോർഡ് ചെയർമാൻ വ്യക്തമാക്കിയതൊക്കെ സതീശൻ സർക്കാർ മുഖവിലക്കെടുക്കണം. അതിന് വേറെ ആളെ നോക്കണം. ആധാരങ്ങളും രേഖകളും കോടതി വിധികളും മുൻപത്തേത് വഖഫ് ഭൂമിയാണെന്ന വസ്തുത അടിവരയിട്ട് ഉറപ്പിച്ചപ്പോഴും അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാൻ നിയമം പഠിച്ച സതീശൻ വക്കീലിന് മാത്രമേ കഴിയൂ. ഫറൂഖ് കോളേജിന്റെ പവർ ഓഫ് അറ്റോർണി വാങ്ങി വഖഫ് ഭൂമി മുറിച്ചു വിറ്റ കോൺഗ്രസ് നേതാവായ ആ പഴയ വക്കീലിന്റെ യഥാർത്ഥ പിന്മുറക്കാരനായ സതീശൻ സാറിനോടാണ് ഇവരുടെ കളി. അല്ല പിന്നെ മുനമ്പം വഖഫ് ഭൂമി ഉമീദ് പോർട്ടലിൽ ചേർത്തതിന് കേന്ദ്ര സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണിപ്പോൾ. ശ്രീനിവാസന്റെയും തിലകന്റെയും സിനിമാ ഡയലോഗ് പോലെ എന്റെയും ചേട്ടന്റെയും സ്വരം ഒരുപോലാണല്ലോ എന്ന അവസ്ഥയിലാണിപ്പോൾ കാര്യം. കേന്ദ്രത്തിലെ BJP സർക്കാരും കേരളത്തിലെ UDF സർക്കാരും ഒരേ ബിന്ദുവിൽ സംഗമിക്കുന്ന ജനാധിപത്യ സൗന്ദര്യത്തിന്റെ വിസ്മയ കാഴ്ച. സത്യപ്രതിജ്ഞ കഴിഞ്ഞ പാടെ ചില സന്ദർശന ബഹളങ്ങളായിരുന്നു. മന്ത്രി ബിന്ദു അങ്ങോട്ട് പോയി വലിയ വെള്ളാപ്പള്ളിയെ കണ്ട് വണങ്ങി അനുഗ്രഹം വാങ്ങുന്നു. ചെറിയ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തുന്നു. ആഭ്യന്തരമന്ത്രി ജൂനിയർ വെള്ളാപ്പള്ളിയുടെ അമ്മായിയപ്പന്റെ വീട്ടിലെത്തി ദർശനം നൽകുന്നു. മറ്റൊരു മന്ത്രി മോൻസ് ജോസഫ് പെരുന്നയിലെത്തി താണു മടങ്ങുന്നു. മുഖ്യമന്ത്രി ജ്യേഷ്ഠ സഹോദര തുല്യനായി കരുതുന്ന BJP സംസ്ഥാന പ്രസിഡന്റും MLA-യുമായ മഹാൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കുശലം പറയുന്നു. അങ്ങനെ പുതിയ സർക്കാരിന്റെ മധുവിധു നാളുകൾ പ്രണയസല്ലാപങ്ങളും പാനോപചാരങ്ങളുമായി പൊടിപൊടിക്കുമ്പോൾ എങ്ങനെയാണ് മാളോരെ തുടക്കം പാളിയെന്ന് ഭള്ളു പറയാൻ പറ്റുന്നത്? LDF-ന്റെ കാലത്തെ റെയിലിന്റെ മഞ്ഞക്കുറ്റി പറിച്ചെറിഞ്ഞു. പുതിയ പ്രൊജക്ടിന്റെ കാവിക്കുറ്റി നാട്ടാൻ മെട്രോമാൻ ശ്രീധരനുമായി തിരക്കിട്ട ചർച്ച. ഗ്യാരണ്ടികളും വാഗ്ദാനങ്ങളും ഒന്നിനു പിറകെ ഒന്നായി പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും പറയുന്നു തുടക്കം ശരിയല്ലെന്ന്. പിന്നെ KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം, ടൂർ പോകാം, തീർത്ഥാടനത്തിന് പോകാം, സിനിമയ്ക്ക് പോകാം, ഷോപ്പിങ്ങിന് പോകാം എന്നൊക്കെ ബസ്സുകളിലും വീടായ വീടുകളിലും കയറിയിറങ്ങി വാക്ക് കൊടുത്തിട്ടിപ്പോൾ ഓർഡിനറിയിൽ മാത്രം യാത്ര ചെയ്യാനാണ് ഉത്തരവ് എന്നാണ് നാട്ടുകാർ കുശുകുശുക്കുന്നത്. അല്ലെങ്കിലും ഈ നാട്ടുകാരെന്ന് പറയുന്നവർ നന്ദി കെട്ടവന്മാർ തന്നെ. ദാനം കിട്ടുന്ന പശുവിന്റെ വായിൽ പല്ലണി നോക്കുന്ന ഒരു ഏർപ്പാടാണിത്. 1 മാസം പോലും തികഞ്ഞില്ലെങ്കിലും ഈ സർക്കാർ ഇപ്പറഞ്ഞതിനു പുറമെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർത്തു. PMC എന്ന ബാധ ഒഴിയുന്നില്ല. ഖണ്ഡിതമായി ഒന്നും പറയാൻ വകുപ്പ് മന്ത്രിക്കും കഴിയുന്നില്ല. മുഖ്യമന്ത്രിയും ഉരുണ്ട് കളിക്കുന്നു. കുസാറ്റ് VC-യായി RSS-കാരനെ നിയമിച്ചതിലും MG സർവകലാശാല സെനറ്റിലേക്ക് 19 RSS-കാരെ നിയമിച്ചതിലും തങ്ങൾ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന് ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി. ഇപ്പോൾ കാര്യങ്ങൾ അവിടെയും നിൽക്കുന്നില്ല. MG സർവകലാശാലയിലെ അധ്യാപക നിയമനങ്ങളിലും RSS-കാർ. ഇവിടെ ഒന്നും സതീശൻ സർക്കാരിന് പിഴച്ചിട്ടില്ല എന്നതിൽ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ?
പിന്നെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് താൻ അറിയാത്ത ഏതോ ഒരാൾ ചാർട്ടർ ചെയ്ത വിമാനത്തിൽ താൻ അറിയുന്ന ആര്യാടൻ സാറിന്റെ അകന്ന ബന്ധുവിനെ കാണാൻ മംഗലാപുരത്ത് പോയത് അദാനിയുമായി ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കാനല്ലെന്ന് ആർക്കാണ് അറിയാത്തത്? വ്യക്തിപരമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും ചോദിക്കാനും ആർക്കാണ് അവകാശമുള്ളത് എന്നറിയണമല്ലോ. ബി അശോക് മുതലുള്ള വിവാദ IAS ഉദ്യോഗസ്ഥരുടെ നിയമനം മുതൽ സെക്രട്ടേറിയറ്റിന്റെ വടക്കേ ഗേറ്റ് അടച്ചതുവരെയുള്ള പുകിലുകൾ പൊക്കി സർക്കാരിനെ ഏറിൽ നിർത്താനുള്ള പൂതി മനസ്സിലിരിക്കട്ടെ. ഗവർണറുമായും മോദി സർക്കാരുമായും ഏറ്റുമുട്ടലില്ലെന്ന് മന്ത്രിമാർ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനി കാര്യങ്ങളൊക്കെ ഞെരിപ്പായിട്ട് നടക്കട്ടെ അല്ലേ? UDF ഡീൽ ആരുമായിട്ടായിരുന്നു എന്ന് ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ.